ഒരുമയും സമരവീര്യവുമുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നും തന്നെയില്ല. എന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ മുഖം മാറിയത് ജന്മിത്വ വ്യവസ്ഥയും അതിനെതിരെയുള്ള പോരാട്ടങ്ങളുമാണ്. ഭൂപരിഷ്കരണ നിയമം ജന്മിത്വത്തിൻ്റെ നട്ടലൊടിച്ചു. പുരാതന ശിലാലിഖിതങ്ങൾ മുതൽ ആധുനിക രാഷ്ട്രീയ വിപ്ലവങ്ങൾ വരെ, രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ മുതൽ സമരങ്ങളുടെ തെരുവുകൾ വരെ, ആലപ്പുഴയിലെ കായലോരങ്ങളിൽ നടന്ന ഈ സമരങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ രക്തം കൊണ്ട് എഴുതി ചേർത്തു. നമസ്കാരം. പച്ചപ്പിൻ്റെ പുതപ്പണിഞ്ഞ് കടലിൻ്റെ കരുതലിൽ വന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളത്തിൻ്റെ 1000 നിറങ്ങളുള്ള ചരിത്രത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പുരാതന ശിലാലിഖിതങ്ങൾ മുതൽ ആധുനിക രാഷ്ട്രീയ വിപ്ലവങ്ങൾ വരെ, രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ മുതൽ സമരങ്ങളുടെ തെരുവുകൾ വരെ, സംസ്കാരങ്ങൾ, മതങ്ങൾ, ജാതി, സമരങ്ങൾ, രാഷ്ട്രീയം ഇവയെല്ലാം ചേർന്നാണ് കേരളം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ എത്തിയത്. ഈ നാടിൻ്റെ കഥ ആഴവും പരപ്പുമുള്ള ഒരു മഹാസാഗരം പോലെയാണ്. ഈ ചരിത്രത്തെ തലോടിയുള്ള യാത്രയിൽ കേരളത്തിൻ്റെ ഹൃദയം നമുക്ക് തൊട്ടറിയാം. കേരളത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് ശിലായുഗത്തിൻ്റെ മങ്ങിയ വെളിച്ചത്തിലാണ്. എടക്കൽ ഗുഹയിലെ ശിലാലിഖിതങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യ സാന്നിധ്യം വിളിച്ചോതുന്നതാണ്. പിന്നീട് BC 1-ാം നൂറ്റാണ്ടിൽ ചേര സാമ്രാജ്യം ഉദയം ചെയ്തു. മുസിരിസ് തുറമുഖം ലോകത്തിൻ്റെ വ്യാപാര ഹൃദയമായി മാറി. റോമാക്കാർക്ക് കുരുമുളകിൻ്റെ മണവും ചൈനക്കാർക്ക് ഇവിടുത്തെ പട്ടിൻ്റെ മിനുസവും അറബികൾക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ മാസ്മരികതയും ഇവിടെ നിന്ന് കടൽ കടന്നു. ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങൾ അധികാരത്തിനായി മത്സരിച്ചു. 12-ാം നൂറ്റാണ്ടോടെ വേണാട് സ്വരൂപവും കോഴിക്കോട് സാമൂതിരിയും കൊച്ചി രാജാക്കന്മാരും ഈ മണ്ണിൻ്റെ ഭരണം പങ്കിട്ടു. സാമൂതിരി തൻ്റെ കപ്പലുകളാൽ കടലിനെ കീഴടക്കി കേരളത്തെ ഒരു വ്യാപാര സാമ്രാജ്യമാക്കി. എന്നാൽ 1498-ൽ വാസ്കോഡ ഗാമയുടെ കാൽപ്പാടുകൾ കോഴിക്കോടൻ മണ്ണിൽ പതിഞ്ഞതോടെ യൂറോപ്യൻ കോളനിവത്കരണത്തിൻ്റെ കറുത്ത മേഘങ്ങൾ കേരളത്തിൻ്റെ മുകളിൽ തളം കെട്ടി നിന്നു. കേരളത്തിൻ്റെ സംസ്കാരം ഒരു വർണ്ണപ്പകിട്ടുള്ള ചിത്രശാലയാണ്. ഹിന്ദുമതം ഇവിടെ ക്ഷേത്രങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും ആഴത്തിൽ വേരുപടർത്തി. ശങ്കരാചാര്യർ അദ്വൈതത്തിൻ്റെ തത്വശാസ്ത്രം ലോകത്തിന് പകർന്നു നൽകി. ഗുരുവായൂരും ശബരിമലയും ഭക്തിയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളായി. എന്നാൽ കേരളം മതങ്ങളുടെ സൗഹാർദ്ദത്തിൻ്റെ മാതൃക കൂടിയാണ്. BC 52-ൽ വിശുദ്ധ തോമസ് ക്രിസ്തുമതമായി കൊടുങ്ങല്ലൂരിലെത്തി. സിറിയൻ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം അവിടെ തുടങ്ങി. 7-ാം നൂറ്റാണ്ടിൽ അറബി വ്യാപാരികൾ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി വന്നു. ചേരമാൻ പെരുമാൻ പള്ളി ഇന്നും ആ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. യഹൂദരും പിന്നീട് കൊച്ചിയിൽ അഭയം തേടിയെത്തി. അവിടെ സിനഗോഗുകൾ നിർമ്മിച്ചു. കലകളിൽ കേരളം ലോകത്തിനു മുന്നിൽ തലയോർത്തി തന്നെ നിന്നു. കഥകളിയുടെ മുഖമെഴുത്തും മോഹിനിയാട്ടത്തിൻ്റെ ലാസ്യവും തെയ്യത്തിൻ്റെ ആവേശവും ഇവയെല്ലാം കേരളത്തിൻ്റെ ആത്മാവിൻ്റെ നൃത്തമായി മാറി. എന്നാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇരുണ്ട പാടുകൾ ഒരുപാടുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥ ഈ മണ്ണിനെ വരിഞ്ഞു കെട്ടി. അവർണർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള വഴികൾ അടഞ്ഞു തന്നെ കിടന്നു. പൊതുവഴികളിൽ നടക്കാൻ പോലും അവർക്ക് അവകാശമില്ലായിരുന്നു. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പോലും അനുവാദമില്ലാത്ത കാലം ഇവിടെയുണ്ടായി. പക്ഷേ 19-ാം നൂറ്റാണ്ട് ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമായി. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മന്ത്രവുമായി സാമൂഹ്യനീതിയുടെ വെളിച്ചം പകർന്നു. അവർണർക്ക് വേണ്ടി അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ വാതിലുകൾ തുറന്നു. അയ്യങ്കാളി താഴ്ന്ന ജാതിക്കാർക്ക് അവകാശങ്ങൾ നേടാൻ തെരുവിലിറങ്ങി. 1905-ൽ പുലിയ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ സമരവും പൊതുവഴിയിലൂടെ വണ്ടി ഓടിച്ച പ്രതിഷേധവും ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടു. 1924-ൽ വൈക്കം സത്യാഗ്രഹം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ഗാന്ധിജിയുടെ പിന്തുണയോടെ പൊതുവഴികളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും അവർണർക്ക് പ്രവേശനം നേടുകയുണ്ടായി. പൊയ്കയിലപ്പച്ചൻ ദളിതർക്ക് വേണ്ടി ശബ്ദമുയർത്തി. സാമൂഹിക പരിഷ്കരണത്തിൻ്റെ പുതിയ വഴികൾ തുറന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് കേരളത്തിൽ തീരത്ത് കാലുകുത്തി. പിന്നാലെ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും. പക്ഷേ ഈ മണ്ണ് അടിയറവ് പറഞ്ഞില്ല. പഴശ്ശിരാജ തൻ്റെ ഗറില്ല യുദ്ധതന്ത്രങ്ങളാൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചു. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ നിന്ന് കലാപത്തിൻ്റെ തീപ്പൊരി പടർത്തി. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തെ പൂർണ്ണമായി കീഴടക്കി. എന്നാൽ 1921-ലെ മാപ്പിള ലഹളയിലൂടെ മലബാറിൽ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആഞ്ഞടിച്ചു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിൽ ഒറ്റക്കെട്ടായി നിന്നു. 1947 ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യത്തിൻ്റെ സുഗന്ധം നമ്മുടെ രാജ്യത്തും കേരളത്തിൻ്റെ മണ്ണിലും പടർന്നു. 1956 നവംബർ 1-ന് തിരുക്കൊച്ചി, മലബാർ എന്നിവ ഒന്നിച്ച് ആധുനിക കേരളം പിറന്നു. എന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ മുഖം മാറിയത് ജന്മിത്വ വ്യവസ്ഥയും അതിനെതിരെയുള്ള പോരാട്ടങ്ങളുമാണ്. ജന്മിമാർ ഭൂമിയുടെ അവകാശികളായി കർഷകരെ കുടിയാന്മാരാക്കി. അവരിൽ നിന്ന് ക്രൂരമായ കുടിയായ്മ വാങ്ങി. ഈ അനീതിക്കെതിരെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സമരങ്ങൾ ഉയർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1930-കളിൽ തൊഴിലാളി കർഷക സമരങ്ങളിലൂടെ പാർട്ടി വേരുപടർത്തി. 1939-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ
കേരളത്തിൽ ഔദ്യോഗികമായി രൂപീകൃതമായി. മലബാറിലെ കാർഷിക സമരങ്ങൾ, 1946 പുന്നപ്ര വയലാർ സമരം, ജന്മിമാർക്കും ഭരണകൂടത്തിനുമെതിരെ കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം നൽകി. പുന്നപ്ര വയലാറിൽ നൂറുകണക്കിന് കർഷകർ ജന്മിത്വത്തിന്റെ ചങ്ങല പൊട്ടിക്കാൻ ജീവൻ ബലി കൊടുത്തു. ആലപ്പുഴയിലെ കായലോരങ്ങളിൽ നടന്ന ഈ സമരങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ രക്തം കൊണ്ട് എഴുതി ചേർത്തു. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ലോകത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഭൂപരിഷ്കരണ നിയമം ജന്മിത്വത്തിന്റെ നട്ടലൊടിച്ചു. കുടിയാന്മാർക്ക് ഭൂമി ഉടമസ്ഥത നൽകി. സാർവത്രിക വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും എല്ലാവർക്കും ലഭ്യമാക്കി. ഇന്ന് 100% സാക്ഷരത, ലോകോത്തര ആരോഗ്യ സംവിധാനം, മൂന്നാർ മുതൽ കോവളം വരെയുള്ള വിനോദസഞ്ചാരങ്ങളുടെ മനോഹാരിത എന്നിവ കേരളത്തെ തിളങ്ങുന്ന നക്ഷത്രമാക്കുന്നു. എങ്കിലും രാഷ്ട്രീയ കലഹങ്ങളും വികസന വെല്ലുവിളികളും ഇനിയും പരിഹരിക്കാനുണ്ട്. അങ്ങനെ ശിലായുഗത്തിന്റെ ഗുഹകൾ മുതൽ ആധുനികതയുടെ നഗരങ്ങൾ വരെ കേരളം ഒരു അത്ഭുത യാത്ര പിന്നിട്ടിരിക്കുന്നു. ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാണ്: ഒരുമയും സമരവീര്യവും ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നും തന്നെയില്ല. ഈ മനോഹര യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും കാണാം. ബൈ.